ഷിബു മീരാൻ, പാണക്കാട് തങ്ങളൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ സാധാരണ മുസ്ലിം ലീഗുകാരൊക്കെ അത് അംഗീകരിക്കാറാണ് പതിവ്. ഇന്നലെ നൂർബിന റഷീദ് വിമർശനം ഉയർത്തുന്നത് കണ്ടു. അബ്ദുറഹ്മാൻ രണ്ടത്താണി പഴയ തങ്ങളായിരുന്നു നീതിയുക്തമായി തീരുമാനമെടുക്കുന്ന ആളെന്ന് ഫേസ്ബുക്കിൽ ഇടുന്നത് കണ്ടു, ഡിലീറ്റ് ചെയ്യുന്നത് കണ്ടു, പിന്നെ വേറെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നത് കണ്ടു, പിന്നെ അദ്ദേഹം തുറന്ന് ചില നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് കണ്ടു. ഇപ്പോൾ തിരൂരങ്ങാടിയിൽ വേണോ താനൂര് വേണോ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ എന്ന കാര്യത്തിൽ ചർച്ച നടക്കാണ്. ഷാഫി ചാലിയത്തോട് വള്ളിക്കുന്നിൽ മത്സരിക്കുന്നോ എന്ന് ഇടത് നേതാക്കൾ അങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നു. ലീഗിൽ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസിൽ ഇത് കാലാകാലം നടക്കുന്നതാണെന്ന് വെക്കാം. അഭിലാഷ്, 3 പേരുകൾ താങ്കൾ പറഞ്ഞു. ഒന്ന് ഒരു വനിതാ നേതാവിന്റെ പേരാണ്, അബ്ദുറഹ്മാൻ രണ്ടത്താനിന്റെ പേരാണ്. മൂന്നാമത്തേത് ഷാഫി ചാലിയത്തിന്റെ പേരാണ്. ഷാഫി ചാലിയം ഏതായാലും കുറച്ചു മുമ്പ് മാധ്യമങ്ങളോട് ഞാൻ എന്തായാലും വള്ളിക്കുന്നിലേക്ക് വരുന്നുണ്ട്, അതവിടെ പ്രഖ്യാപിക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാനായിരിക്കും എന്ന് പ്രഖ്യാപിച്ചത് ഒരു പേര് കട്ടായി. പിന്നെ ഉള്ളത് 2 പേരുകളാണ്. അഭിലാഷം കണ്ടതാണല്ലോ ഇന്നലെ പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് 25 സ്ഥാനാർത്ഥികളും ഫീൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാരെ വിളിച്ചിട്ട് തന്നെ അഭിലാഷ് ചോദിച്ചോളൂ, ആ സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗിന്റെ പാർട്ടി കേഡർമാരും അനുഭാവികളും മാത്രമല്ല, ഞങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ UDF സംവിധാനം കേരളത്തിന്റെ പൊതുസമൂഹം എങ്ങനെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നൊരു പരിശോധന കൂടി നടത്തിക്കും. അപ്പോ 1-2 പേരുകളിൽ ഇതാകെ കൂടി എന്തോ ആശയക്കുഴപ്പമായിട്ടുള്ള ഒരു പ്രചരണം വേണ്ട. ഞാനിപ്പോ പേരാമ്പ്ര ഇവിടെ LDF-നെങ്ങാനും UDF-നെങ്ങാനും സ്ഥാനാർത്ഥികളില്ലാതെ പോകുമോ എന്ന് പിന്നെന്താണ് വേപത് പൂണ്ട പാർട്ടി നയിക്കുന്ന മുന്നണിയുടെ കൺവീനർ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടേക്ക് ഞങ്ങൾ നിയോഗിച്ച യുവ സ്ഥാനാർത്ഥി ഇന്ന് റോഡ് ഷോ നടത്തിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, ആൾക്കൂട്ടം വോട്ടാവുമെന്ന് ചോദിക്കും. വടകര പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ ആൾക്കൂട്ടങ്ങൾ വെറുതെ രൂപപ്പെടുന്നതല്ല, അതിന് വോട്ടാവാൻ ശേഷിയുണ്ടെന്ന്, ആ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ കോട്ട പിളർക്കുമെന്ന് ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ഇതേ വടകരയിൽ തെളിയിച്ചവരാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോ ഒറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ അഭിലാഷ്, നമ്മളിത് പറയുമ്പോ രക്തസാക്ഷി കുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന പയ്യന്നൂരും തളിപ്പറമ്പും ഷൊർണൂരും ഒക്കെ നൽകുന്ന സൂചനകളുണ്ട്. ഈ തൊട്ടടുത്ത ഒരു മണ്ഡലത്തിൽ ഇവർ പറഞ്ഞു ഞങ്ങൾ ജാഥയൊക്കെ നടത്തിയെന്ന് പറഞ്ഞല്ലോ. മറ്റുള്ളവർ ഏതോ ഒരു ആളുകൾ കോൺഗ്രസിലേക്കും BJP-യിലും പോയതിൽ നിഗൂഢമായ സന്തോഷം പങ്കുവെക്കുന്നുണ്ടല്ലോ. LDF-ന്റെ ജാഥ നയിച്ച മനുഷ്യൻ ആ ചുമന്ന ഷാൾ ഒരു പാർട്ടി ഓഫീസിന്റെ ചുമരിൽ തൂക്കിയിട്ട് നേരെ ഒരു സിറ്റിംഗ് MLA പോയി BJP സ്ഥാനാർത്ഥിയാവുന്നത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടി വന്നു. കോൺഗ്രസിലൊക്കെ ഇപ്പൊ കാണുന്നത് സേഫ്റ്റി വാൽവുകളിലൂടെയുള്ള കൃത്യമായ ഒരു കോൺഗ്രസിൽ എല്ലാ കാലത്തും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇത്തരം സേഫ്റ്റി വാൽവുകളില്ലാത്ത CPM-ൽ നിന്നാണ് നിരന്തരം പൊട്ടിത്തെറികളുടെ ശബ്ദം രാഷ്ട്രീയ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുന്നത് നന്നാവും എന്നാണ് ഞാൻ പറയുന്നത്.